ക്രിസ്തുവിന് മുമ്പ് 3300 മുതൽ 1300 ആണ്ടുകൾ വരെ ഫ്ലറിഷ് ചെയ്ത സിന്ധു നദീതട സംസ്കാരം ഭൂമിയിലെ ഏറ്റവും പുരോഗമിച്ച സമൂഹങ്ങളിൽ ഒന്നായിരുന്നു. മോഹൻജദാരോയും ഹാരപ്പയും പോലെയുള്ള നഗരങ്ങൾക്ക് അണ്ടർഗ്രൗണ്ട് സിവേജ് സിസ്റ്റംസ്, സ്റ്റാൻഡർഡൈസ്ഡ് അർബൻ പ്ലാനിംഗ്, പബ്ലിക് ബാത്സ്, ഒരു സിവിക് ഇൻഫ്രാസ്ട്രക്ചർ ഇതൊക്കെ ഉണ്ടായിരുന്നു. യൂറോപ്പ് ഇത്രത്തോളം എത്താൻ വീണ്ടും 2000 വർഷങ്ങൾ കഴിയേണ്ടിയിരുന്നു. ഈ സ്ഥലങ്ങളിൽ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ ശ്രദ്ധേയമായ ഒരു കാര്യം എക്സ്ട്രീമായ ഒരു സോഷ്യൽ ഹൈറാർക്കിയുടെ അഭാവമായിരുന്നു. സാമൂഹ്യ വേർതിരിവുകളുടെ യാതൊരു തെളിവുകളുമില്ല. ചേരി പ്രദേശങ്ങൾക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന രാജകൊട്ടാരങ്ങളില്ല. സാധാരണക്കാർ അടയാളമില്ലാതെ പോകുമ്പോൾ രാജാക്കന്മാർക്ക് വലിയ ശവകുടീരങ്ങളില്ല. താരതമ്യേന തുല്യമായ ഭവനങ്ങൾ, താരതമ്യേന തുല്യമായി വിതരണം ചെയ്യപ്പെട്ട സമ്പത്ത്. പിന്നീട് ഇന്ത്യയെ നിർവചിക്കുകയും ആത്യന്തികമായി നശിപ്പിക്കുകയും ചെയ്ത കർക്കശമായ ജാതി വ്യവസ്ഥയുടെ മിക്കവാറും യാതൊരു തെളിവുകളുമില്ല. പിന്നെ ജാതി വ്യവസ്ഥ എവിടെ നിന്ന് വന്നു? ക്രിസ്തുവിന് മുമ്പ് 1500കളായപ്പോഴേക്കും ഇൻഡോ ആര്യൻ മൈഗ്രേഷൻ കാരണം പുതിയ ആര്യൻ വംശജർ അവരുടെ പുതിയ ആശയങ്ങൾ കൂടി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. പുതിയ ജീവിത രീതികൾ. ഇതിൽ നിന്നാണ് വർണ്ണ സിസ്റ്റം ഉടലെടുക്കുന്നത്. ജാതി വ്യവസ്ഥ. 4 വിഭാഗം ആളുകൾ ഉയർന്നു വന്നു. ഏറ്റവും മുകളിൽ പുരോഹിത വർഗം, ബ്രാഹ്മിൻസ്. അവരായിരുന്നു പുരോഹിതരും പണ്ഡിതരും. അവർക്ക് താഴെ ക്ഷത്രിയന്മാർ, യുദ്ധം ചെയ്യാനും രാജ്യം ഭരിക്കാനും രാജ്യത്തെ കാത്തുരക്ഷിക്കാനും അനുവാദമുണ്ടായിരുന്ന ആളുകൾ. മൂന്നാമത്തേതായിരുന്നു വൈശ്യർ, കച്ചവടക്കാരും കൃഷിക്കാരും ഉൾപ്പെടുന്ന കൂട്ടം. ഏറ്റവും അടിയിലാണ് ശൂദ്രർ, തൊഴിലാളികളും സേവകരുമായ വർഗം.